ഹായ്, എല്ലാവർക്കും ഷമ്മ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ബൂന്തി ലഡു ആണെന്ന്. ഇത് ബൂന്തി ലഡു അല്ല, ഗോതമ്പ് ലഡു. നിങ്ങൾ എത്ര പേര് അത് കഴിച്ചു നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബൂന്തി ലഡുവിൻ്റെ പകുതി സമയം പോലും വേണ്ട, പകുതി പണി പോലും ഇല്ല ഈ നമ്മുടെ ഈ ഗോതമ്പ് ലഡു ഉണ്ടാക്കാൻ. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ പണിയും കഴിയും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. ഇത് 175 ml കപ്പാണ്. ഇതിൽ തന്നെ നമുക്കൊരു 10-11 ലഡുവോളം കിട്ടും. ഇനി നമുക്കൊരു പാന് ചൂടാക്കി അതിലേക്ക് ഈ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എപ്പോഴും വറുക്കാവൂ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ലൊരു അരോമ വരാൻ തുടങ്ങും ആ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അരോമ വരുന്ന വരെ ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടീൻ്റെ കളറ് ചേഞ്ച് ആവാതിരിക്കാൻ നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു 10-12 മിനിറ്റോളമായി നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം, കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക്. ഇനി അതേ കപ്പിൽ ഒരു 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് പഞ്ചസാര തന്നെ ധാരാളമാണ്. ഇനി മധുരം കുറച്ച് കമ്മി മതി എന്നുള്ളവർക്ക് 1/2 കപ്പ് പഞ്ചസാര ആയാലും മതി. ഇനി അതിലേക്ക് ഒരു 4 ഏലക്കയും കൂടിയും ചേർത്ത് നമുക്ക് ഈ പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ പഞ്ചസാര ഇതേപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിച്ച പഞ്ചസാര നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/4 കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ, 1/2 കപ്പന്നല്ല പക്ഷേ 1/4 കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ നെയ്യ് എടുക്കുക. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഏത് കപ്പിനാണോ ഗോതമ്പ് പൊടി അളന്നത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ പഞ്ചസാരയും നെയ്യും അളക്കുക. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി എടുക്കാം. ഉണക്കമുന്തിരി ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൽ ചിലപ്പോൾ സ്റ്റെം ഉണ്ടാവാൻ വഴിയുണ്ട്, ചെറിയ തണ്ട്. അപ്പോൾ അത് എപ്പോഴും റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി അതേപോലെ നമുക്ക് ഉണക്കമുന്തിരി കൂടി വറുത്തെടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച് പൊടിച്ച പഞ്ചസാരയും ഗോതമ്പ് പൊടിയായിട്ടുള്ള മിക്സില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഈ ചൂടാക്കിയ നെയ്യ് ഒരു കപ്പിലേക്ക് മാറ്റുന്നുണ്ട്. അതിപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമുണ്ടാവും. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് കയ്യിലാക്കിയിട്ട് ഒന്ന് ഇതേപോലെ തടവി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങാം. നമ്മളെടുക്കുന്ന പൊടിക്ക് അനുസരിച്ചും അതുപോലെ വറവിനനുസരിച്ചൊക്കെ ഈ നെയ്യിൻ്റെ അളവിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നു എന്ന് വരാം കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് ഒഴിക്കാതെ ഇതേപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നെയ്യിന് ചെറിയൊരു ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം സ്പൂൺ വെച്ചൊന്ന് ഇതേപോലെ മിക്സ് ചെയ്യണത്. കുറച്ച് കഴിഞ്ഞ് കയ്യിന് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാവുന്ന സമയത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ കുറച്ചായി നെയ്യ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഇനി ഒരു നുള്ള നെയ്യും കൂടി മതിയാവും. ഇനി പറയാണ്ട് കുറച്ച് നെയ്യ് നമ്മൾ അധികം ഒഴിച്ചു എന്ന് വിചാരിക്കുക. ഒട്ടും പേടിക്കണ്ട. നമ്മുടെ പൊട്ടുകടലല്ലേ അതിനെ ഒന്ന് എടുത്ത് പൊടിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സ്വാദ് വ്യത്യാസം ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആദ്യം ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുത്ത് ഇട്ടാലും മതി. ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ ഇതേപോലെ നമുക്കൊരു ബോള് പോലെ നമുക്കിങ്ങനെ ലഡു പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അത് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നെയ്യ് ഇനി ഒഴിച്ചു കൊടുക്കണ്ട. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ലഡു പിടിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ലഡു എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കിതിൽ നിന്നൊരു 10 ലഡുവോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഡു അല്ലേ ഇത്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.